ആ അടച്ചു പിടിച്ച മഴയൊക്കെ ഒന്ന് പോയപ്പോൾ കുറച്ച് തൈകളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് വെയിലുമാണല്ലോ. ഈ ഒരു സമയത്താണ് തൈകൾ വെക്കാൻ നല്ല പറ്റിയ സമയം കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വെച്ചാൽ നമുക്ക് മഴ കൂടിപ്പോയിട്ട് ഇത് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് മഴയും വേണം, ഇടയ്ക്ക് വെയിലും വേണം. രണ്ടും കൂടി മിക്സ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇതുപോലെ തൈകളൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. പലതരം തൈകൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരേപോലെയുള്ള കുഴികളാണ് കേട്ടോ കുഴിച്ചിട്ടുള്ളത്. 2 അടി ആഴവും 2 അടി വീതിയും 2 അടി നീളവുമുള്ള കുഴിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ 2 അടി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് പിന്നെ ഒരു കുഴി കൂടി കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് തൈകൾ വെക്കുകയാണെങ്കിലും, അതായത് മൂച്ചി, പ്ലാവ്, അതുപോലെ റംബുട്ടാൻ, തെങ്ങ് തൈ ഒക്കെ വെക്കുകയാണെങ്കിലും ഇതേപോലത്തെ വലിയ കുഴി തന്നെ കുഴിക്കട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് വളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ സൂപ്പർ മീലിൻ്റെ ഈ ഒരു വളമാണ് കേട്ടോ. ഇതിൽ എല്ലാം കൂടി മിക്സ് ചെയ്തതാണ്. അതായത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും പിന്നെ അതുപോലെ തന്നെ ചാണകവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേറെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കുഴിക്ക് 2 കിലോ എന്നുള്ള രീതിയിൽ ചേർത്താൽ മതി. പിന്നെ റംബുട്ടാൻ്റെ തൈ ഞാൻ വാങ്ങിയിട്ടുള്ളത് N18 ആണ് കേട്ടോ. ഇതാണ് നല്ലതെന്നാണ് എല്ലാവരും പറഞ്ഞത്. നമ്മൾ നഴ്സറിയിൽ ചോദിച്ചപ്പോഴും അവരും പറഞ്ഞത് N18 ആണ് നല്ലത്, വലിയ പഴങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതന്നെ വാങ്ങി. അപ്പോൾ ഇതിൽ നമ്മൾ കുഴിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ വളപ്പൊടി, അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ 2 അടി താഴ്ചയുള്ള ഈ കുഴി നമ്മളൊരു 1.25 അടിയോളം നമ്മളിത് പിന്നെ മണ്ണിട്ട് മൂടണം കേട്ടോ. അപ്പോൾ മണ്ണിടുമ്പോൾ ആദ്യം വളം ഇട്ട് കൊടുക്കുക, പിന്നെ മണ്ണിട്ട് കൊടുക്കുക, പിന്നെ വളം ഇട്ട് കൊടുക്കുക, പിന്നെ മണ്ണിട്ട് കൊടുക്കുക, അങ്ങനെ ആ രീതിയിലാണ് കേട്ടോ. ഇത് 5 കിലോൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഈ സൂപ്പർ മീൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, അപ്പോൾ 2 കിലോനാണ് ഒരു കുയിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ദമ്മിടുന്ന പോലെ ചോറിട്ട് കൊടുക്കുക, മസാല ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ മണ്ണിട്ട് കൊടുക്കുക, ഈ വളം ഇട്ട് കൊടുക്കുക, അങ്ങനെ ആ രീതിയിൽ മണ്ണിൽ നല്ല പോലെ ഈ വളം മിക്സ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ കുഴി എന്തിനാ ആദ്യം തന്നെ കുത്തിന് ചെറിയ കുഴി കുത്തി വെച്ചാൽ പോരെ, ചെറുതല്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് ഇതിന് നല്ല വേരോട്ടം കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞാൽ. ഞാനൊക്കെ ആദ്യം തൈകൾ വെക്കുന്ന സമയത്ത് ചെറിയ കുഴി വാങ്ങുന്ന ആ ഒരു തൈ കൊള്ളുന്ന വലിപ്പത്തിലുള്ളൊരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിൽ അങ്ങോട്ട് വെക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിന് വേരോട്ടം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടിയിലൊന്നും അടിവളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ തൈകൾ ശരിക്കും വളരൂല. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അടിവളം ചേർത്തിട്ട് തൈ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് വേര് അടിയിലോട്ട് പോവുകയും ചെയ്യും. പിന്നെ അടിയിലൊക്കെ വളം മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ നല്ല ഉഷാറിൽ വളരും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുഴി 3/4 ഭാഗം മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. അതിനുശേഷം മണ്ണും വളവും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തൈ വെക്കാം കേട്ടോ. തൈ വെച്ചിട്ട് തൈ ഗ്രൗണ്ട് ലെവലിൽ ആ തേയിൻ്റെ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് ഗ്രൗണ്ട് ലെവലിൽ ഒപ്പാവണം കേട്ടോ. തെങ്ങിൻ തൈ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ തൈകളും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നടേണ്ടത്. അതിനുശേഷം നല്ല പൊതയിട്ട് കൊടുക്കുക. മൂച്ചി പ്ലാവൊക്കെ നടുന്ന സമയത്ത് കുഴിയിൽ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ പിന്നെ വലുതായി മാങ്ങ കായ്ക്കുന്ന സമയത്ത് മാങ്ങയും ചക്കയൊക്കെ വേറെ ആയിപ്പോട്ടോ. അതുകൊണ്ട്